അധർമ്മത്തെ എതിർക്കേണ്ടത് നമ്മുടെ ധർമ്മമാണെന്നും അധർമ്മത്തെ എതിർക്കാത്തതാണ് നമ്മുടെ അപജയത്തിന് കാരണമെന്നും രാമായണം കാട്ടിത്തരുന്നതായി മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി. രാഷ്ട്രപുരോഗതിയുടെ വഴികാട്ടിയാണ് രാമായണം. ധർമ്മം യജ്ഞമായി അനുഷ്ഠിക്കണമെന്നും യജ്ഞം കൂട്ടായ പ്രയത്നമാണെന്നും സ്വാമി പറഞ്ഞു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഇപ്പോൾ രാമായണം പഠിപ്പിക്കുന്നത് എന്താണ്? ഇപ്പോൾ രാമൻ എന്താ കാര്യം? കാട്ടിൽ പോയിട്ട് ഈ താപസവൃത്തിക്ക് വേണ്ടി കാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ആയുധം കൊണ്ട് നടക്കേണ്ട കാര്യം എന്താണ്? അവിടെ രാമൻ തന്നെ സീത ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ ആയുധം കൊണ്ട് നമ്മൾ താപസവൃത്തിക്ക് ഇറങ്ങിയിരിക്കുന്നത്? അപ്പോൾ അവിടെ പറയുന്നത് ദുർബലരെ രക്ഷിക്കുക, മുനിമാരെ സംരക്ഷിക്കുക, അതെൻ്റെ ദൗത്യമാണ്. അത് ഞാൻ എവിടെയാണെങ്കിലും നിർവഹിക്കും. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാ താപസവൃത്തിയൊക്കെ. അത് ചെയ്യണമെന്നും ദശരഥൻ വിലക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അതാണ് ഏറ്റവും എൻ്റെ പ്രഥമമായ കർത്തവ്യം എന്ന് രാമൻ പറയുന്നുണ്ട്. അപ്പോൾ ഋഷിമാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആശ്രമന്മാരുടെ അടുത്ത് തന്നെ എതിർക്കേണ്ടി വന്നു. അല്ലാതെ അവരോട് രാമന് പ്രത്യേകിച്ച് പകയുണ്ടായിട്ടൊന്നുമല്ല. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഏത് രാജ്യത്താണ്, കിഷ്കിന്ധയിലായിക്കോട്ടെ അല്ലെങ്കിൽ ലങ്കയിലായിക്കോട്ടെ, അവിടെയൊക്കെ രാമൻ എതിർക്കുന്നത് സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ടല്ല, സ്വന്തം പ്രജകൾക്ക് വേണ്ടിയിട്ട്, തനിക്ക് വേണ്ടിയിട്ടേ അല്ല. അധർമ്മത്തെ എവിടെ കാണുന്നു അതിനെ എതിർക്കുക. അതൊരു എല്ലാ വ്യക്തികളുടെയും ധർമ്മമാണ്, നമ്മുടെയൊക്കെ ധർമ്മമാണ്. ആ എതിർക്കാൻ നമ്മുടെ യഥാശക്തി, നമുക്ക് ശക്തി ഇല്ലയെന്ന് വെച്ച് എതിർക്കാതിരിക്കരുത്. ഇപ്പോൾ ജഡായുവിൻ്റെ കര നോക്കുക, രാവണനോട് എതിർക്കാൻ ജഡാവിന് ശക്തിയില്ലാന്ന് ജഡാവിനും അറിയാം. ത്രിലോക വിക്രമനെ രാവണനെ ഒരു പക്ഷിക്ക് എതിർത്ത് തോൽപ്പിക്കാൻ സാധ്യമല്ല, രാവണൻ്റെ നിന്ന് സീതയെ വീണ്ടെടുക്കാൻ സാധ്യമല്ല. പക്ഷേ അധർമ്മത്തെ എതിർക്കാതിരിക്കുന്നത് തെറ്റാണ്, അത് ഏറ്റവും വലിയ തെറ്റാണ്. അധർമ്മം ചെയ്യുന്നതിനേക്കാളും തെറ്റാണ് അധർമ്മത്തെ എതിർക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഭീരുത്വം നമ്മുടെ ജനതയ്ക്ക് സംഭവിച്ചതാണ് ഭാരതത്തിൻ്റെ അപജയത്തിന് കാരണമായി തീർന്നത്. അതിനെ വീണ്ടെടുക്കാൻ നമ്മളെ ഏറ്റവും ശക്തരാക്കുന്നതാണ് രാമൻ്റെ ചരിത്രം. അതാണ് നമുക്കിപ്പോൾ രാമജന്മഭൂമിയുടെ പ്രക്ഷോഭത്തോടുകൂടി രാജ്യത്തിൻ്റെ തന്നെ ചരിത്രം മാറി, സാമ്പത്തിക നില മാറി, അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രതിരോധ രംഗത്ത് നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ രാഷ്ട്രങ്ങളിലൊന്നായിട്ട് മാറി. ഇതിനൊക്കെ കാരണമായി തീർന്നത് ഈ രാമൻ്റെ ആ തത്വം, ധർമ്മത്തെ രാമനെ ധർമ്മവിഗ്രഹവാനെന്നാണല്ലോ പറയുന്നത്. ആ ധർമ്മവിഗ്രഹവാനായ രാമൻ്റെ ആദർശം നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രത്തിന് ഈ പുരോഗതി നേടാൻ സാധിച്ചത്. അപ്പോൾ അതിലേക്ക് രാമായണം നമുക്കൊരു വഴികാട്ടിയാണ്. നമ്മളിന്ന് പലരും അത് രാമായണം ഒരു പഴയ ഗ്രന്ഥമാണ്, നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ച് തന്നെ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പം അങ്ങനെ മാറ്റി വയ്ക്കുന്നതുകൊണ്ട് നമ്മുടെ തന്നെ ജീവിതത്തിനകത്ത് നമുക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ നേരിടാനുള്ള ശക്തിയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പോൾ അതിന് ഈ യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. രാമൻ്റെ ജീവിതം ഒരു യജ്ഞമായിരുന്നു. യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സംഗതീകരണം എന്ന അർത്ഥമുണ്ട് സംസ്കൃതത്തിൽ. അല്ലാതെ യാഗം ചെയ്യുക, ഹോമം ചെയ്യുക, ദേവപൂജ ചെയ്യുക എന്നുള്ള, ദേവപൂജ എന്നുള്ള അർത്ഥം തീർച്ചയായിട്ടും അതിനുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് സംഗതീകരണം എന്ന് പറഞ്ഞാൽ വേണ്ട ഘടകങ്ങൾ വേണ്ട സമയത്ത് വേണ്ട പോലെ കൂട്ടി യോജിപ്പിക്കുക എന്ന അർത്ഥം. അപ്പോൾ യജ്ഞം കൊണ്ട് മഴ പെയ്യുന്നെന്ന് ഗീതയെ പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്താ? മഴ പെയ്യണമെങ്കിൽ പല ഘടകങ്ങളൊന്ന് ചേരണം. അപ്പോൾ അതേപോലെ വാനരന്മാരെയും മറ്റ് വനവാസികളെയും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് രാമൻ തൻ്റെ ധർമ്മം നിർവഹിച്ചത്, തൻ്റെ ദൗത്യം നിർവഹിച്ചത്. അവർക്കെല്ലാം അതുകൊണ്ട് അഭിവൃദ്ധിയാണ് ഉണ്ടായത്. രാമന് മാത്രമല്ല, കിഷ്കിന്ധ സമ്പന്നമായി തീർന്നു, ലങ്കയിൽ ശാന്തി സമാധാനം കളിയാടി, എല്ലായിടത്തും താൻ പോയയിടത്തെല്ലാം തന്നെ അവിടുത്തെ ജനങ്ങൾക്കെല്ലാം വേണ്ട അഭിവൃദ്ധി ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂട്ടായ പ്രയത്നം. അപ്പോൾ ഏത് കൂട്ടായ പ്രയത്നം കൊണ്ടാണോ നമുക്കും മറ്റുള്ളവർക്കും അഭിവൃദ്ധി ഉണ്ടാകുന്നത്, തനിക്ക് ബുദ്ധിമുട്ട് വന്നാൽ പോലും മറ്റുള്ളവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നത്, അതിനെയാണ് നമ്മൾ യജ്ഞം എന്ന് പറയുന്നത്. ആ യജ്ഞപൂർണ്ണമായൊരു ജീവിതമായിരുന്നു രാമൻ്റേത്. ഇത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്.